നടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. ആലുവയിൽ വെച്ചാണ് യുവതിയെയും ഭർത്താവിനെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭർത്താവിനൊപ്പമാണ് യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ മൊഴി നൽകാനെത്തിയത്. തങ്ങളെ ഹണി ട്രാപ്പ് എന്ന പേരിൽ കുടുക്കാൻ ശ്രമിക്കുമോ എന്ന് സംശയിക്കുന്നതായും റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ ശേഷം യുവതി പ്രതികരിച്ചു. ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം മാറി. വ്യക്തിവിവരങ്ങൾ ചോദിക്കാനാണ് തന്നെ വിളിച്ചു വരുത്തിയത്. പീഡനമേൽക്കേണ്ടി വന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ കാലയളവിൽ നിവിൻ പോളി എവിടെയായിരുന്നുവെന്ന് പാസ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും യുവതി പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ ആരോപിക്കുന്നത്. എന്നാൽ പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സംവിധായകൻ വിനീത് ശ്രീനിവാസനും നടി പാർവതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലായിരുന്നു തങ്ങളെന്നും വിനീത് പറഞ്ഞു. തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.